ഇന്റലിജൻസ് നമ്മുടെ ചിതാറിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് കോട്ടൺ കോട്ട ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് അക്കോബ ഡിസൈൻ വരുന്ന മോഡലാണ്. ദുപ്പട്ടയും സെയിം മെറ്റീരിയൽ തന്നെയാണ്. അതിന്റെ ബോർഡർ കാണാൻ നല്ല കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു വീതിയുള്ള ഒരു ലേസ് ബോർഡറാണ് കൊടുത്തേക്കുന്നത്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ഞാൻ മടക്കിയും കൂടെ വെച്ചേക്കുന്നതാണ്. നല്ല ലെങ്ത് ഉണ്ട്. ബോട്ടം വരുന്നത് സെയിം കളർ, നല്ല അടിപൊളിയായിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ്. ഭയങ്കര ഓവറായിട്ട് നിൽക്കത്തുമില്ല, എന്നാൽ തീരെ ഇങ്ങനെ ഭയങ്കര ലൈറ്റ് അങ്ങനത്തെ ഷെയ്ഡും അല്ല കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന യെല്ലോ ഷെയ്ഡ് തന്നെയാണ്. പിന്നെ നമ്പർ വരുന്നത് Y264, റേറ്റ് 1390. രണ്ടാമത്തെ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ ഇതിനും സെയിം തന്നെ കേട്ടോ. മെയിനായിട്ട് ഈ ഒരു ലേസ് വർക്ക് കാണാൻ അടിപൊളിയാണ്. നമുക്ക് അല്ലാതെ ഇടാൻ പറ്റും കേട്ടോ. നിങ്ങൾ കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ ഇടാനും നല്ല ദുപ്പട്ടയാണ്. മെയിൻ ഇത്രയും ഒരു തിക്കായിട്ടുള്ള വർക്ക്, നമ്മുടെ നോർമൽ വർക്കല്ല, അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ഓർഗൻസൈ ചെയ്തിരിക്കുന്ന വർക്കായത്. അത് 4 സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലെങ്ത്ത് നിങ്ങൾക്ക് നോക്കി അറിയാം, ഭയങ്കര ലെങ്ത്താണ്. ടോപ്പും ഞാൻ മടക്കി വെച്ചേക്കുന്ന എന്തായാലും ഒരു 49-50 ഒക്കെ തയ്ക്കാൻ കിട്ടുന്ന ഒരു ടോപ്പാണ്. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് അക്കോബ കാണാൻ പറ്റുന്നുണ്ടോ? ഇതുപോലെ ഫ്രണ്ട് കംപ്ലീറ്റ് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പാറ്റേണിൽ അക്കോബ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. നമ്പർ Y260, റേറ്റ് 1390. ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ, എല്ലാ ഷെയ്ഡ്സും നല്ല ഭംഗിയായി കാണാൻ. ഇതൊരു ഗ്രീൻ കളറാണ്. നമ്മുടെ ലീഫ് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടെ ഡാർക്കർ ടോൺ. അതിൻ്റെ അകത്ത് ചെറുതായിട്ട് ഇങ്ങനെ യെല്ലോയുടെ ഷെയ്ഡ് ചെറുതായിട്ടൊന്ന് കയറി വരുന്നുണ്ട്. അപ്പോൾ അതും നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറായത്. അപ്പോൾ ഇതിൻ്റെ അകത്തും സെയിം തന്നെ ലേസ് വർക്ക് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ, 4 സൈഡിലും ആ ലേസ് വർക്ക് വരുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ബോട്ടം സാറ്റിൻ സിൽക്ക്, അതെല്ലാം നല്ല ഫാബ്രിക് തന്നെയാണ് ചെയ്തേക്കുന്നത്. നമ്പർ Y265, റേറ്റ് 1390. അത് ഒരു ലൈറ്റ് ബ്ലൂ, അതായത് ഡെനിം ബ്ലൂവിൻ്റെയും ഒക്കെ ഒരു ഷെയ്ഡില്ലേ, ഡെനിം ബ്ലൂ അല്ലെങ്കിൽ ലൈറ്റ് ആഷ് മിക്സ് ആയിട്ടുള്ള ബ്ലൂ കളറില്ലേ, അങ്ങനത്തെ ഷെയ്ഡാണ് കേട്ടോ. അതായത് ഇങ്ങനെ കളർഫുള്ളായിട്ട് ഒത്തിരി വേണ്ട എന്നുള്ളവർക്ക് ഇത് എടുക്കാം. ഇതാണേലും നിങ്ങൾക്ക് ഒരു വീനക്കിൽ കുറച്ചൊരു ലേസ് വർക്കിൻ്റെ പാറ്റേണൊക്കെ കൊടുത്തിട്ട് ചെയ്താലും ഭയങ്കര ലുക്ക് തോന്നിക്കും കേട്ടോ. നമുക്ക് തയ്ച്ചെടുക്കുന്ന രീതിക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ ഭംഗി പിന്നെയും കൂടുന്നത്. ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമുണ്ട്, അല്ലാതെ നമ്മൾ തയ്ക്കുന്നതിൻ്റെ ഒരു ഭംഗിക്കൂടുതലും കൂടെ വരും കേട്ടോ. പിന്നെ നമ്പർ Y262, റേറ്റ് 1390. ഇതും ഒരു യെല്ലോ ഷെയ്ഡ് തന്നെയാണ്. യെല്ലോ കളേഴ്സ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ 2 ഷെയ്ഡിൽ ഇച്ചിരി ലൈറ്റും ഡാർക്കും ആയിട്ട് ഇറക്കിയേക്കുന്നേ ഉള്ളൂ. ഇതൊരു ഓൾമോസ്റ്റ് ഒരു മസ്റ്റാർഡ് യെല്ലോടെയൊക്കെ ഷെയ്ഡാണ് കേട്ടോ. മറ്റേത് കുറച്ചുകൂടെ ഒരു കുറച്ച് ലൈറ്റ് യെല്ലോയുടെ മിക്സഡ് ഒരു കളറായിരുന്നു. ഇതൊരു മസ്റ്റാർഡ് മിക്സഡ് ഒരു കളറാണ് കേട്ടോ. എല്ലാം നല്ല ഷെയ്ഡ്സാണ്. അങ്ങനെ ഓവറായിട്ട് നിൽക്കുന്ന കളേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് മാത്രമാണ് എടുത്തേക്കുന്നത്. യെല്ലോ പിന്നെ കൂടുതൽ പേര് ചോദിക്കുന്നതുകൊണ്ട് 2 ഷെയ്ഡ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ടയുടെ ബോർഡറിലെ ഡിസൈൻ വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. എല്ലാം വർക്കിൻ്റെ ഫിനിഷിംഗ് ഒക്കെ അതുപോലെ കേട്ടോ വരുന്നത്. പിന്നെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തേക്കുന്നൊക്കെയാണല്ലോ അത്രയും പെർഫെക്റ്റ് ആണ്. 2.5 നമുക്ക് ദുപ്പട്ട ലെങ്ത്തും കിട്ടുന്നുണ്ട്. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് അക്കോബ ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ. ബോട്ടം സാറ്റിൻ സിൽക്ക്, നമ്പർ Y261, റേറ്റ് 1390. ലാസ്റ്റത്തെ കളർ ഇതാണ്. കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു, എല്ലാം നല്ല കളേഴ്സ് ആട്ടോ. ഇത് വരുന്ന ഒരു പീച്ച്, പിന്നെ ഒരു ബ്രിക്ക് കളറോടെ മിക്സഡ് ഒരു കളറാണ്. നോർമൽ പീച്ചല്ല, എവിടെ ഒരു ബ്രിക്ക് ഷെയ്ഡും കൂടെ മിക്സഡായിട്ട് വരുന്ന ഒരു ഷെയ്ഡ്. സെയിം തന്നെ, ഇത് നല്ല റയർ കളറാണ് കേട്ടോ. ഇതുപോലെയാണ് ദുപ്പട്ടയുടെ ബോർഡർ വരുന്നത്. 4 സൈഡിലും വർക്കുണ്ട്. ഇതിൻ്റെ ബോട്ടം സാറ്റിൻ സിൽക്കാണ്, ടോപ്പ് കംപ്ലീറ്റ് വർക്കുണ്ട്. നമ്പർ വരുന്നത് Y263, റേറ്റ് 1390.